ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മാൾട്ടയിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു ദിവസമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാനിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് ഓഫീസ് വരെ ഒന്ന് പോകണമായിരുന്നു. ഇവിടുത്തെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും മറ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ്സും ഒക്കെ ആയിട്ട്. സോ ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ക്വയറ്റാണ് പ്ലേസ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഓ വാവ്, എവിടെ പൂക്കൾ കണ്ടാലും ഞാനൊന്ന് നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. ഇങ്ങനെ കിടക്കും. അങ്ങേയറ്റം വരെ ഉണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം ആ വില്ലയിലേക്കുള്ള അങ്ങേയറ്റം വരെയുള്ള മതിൽ മൊത്തം ഈ പൂക്കളാണ്. വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും വേണ്ട ഇതിൻ്റെ അടുത്ത് ചെന്നാൽ തന്നെ എന്ത് മണമാണെന്നറിയാം. അപ്പോഴത്തേക്കും ഇഷ്ടമായിരുന്നു. വലയൊക്കെ എല്ലാം ഇറങ്ങി അവിടെ ഇതുപോലൊക്കെ തന്നെ കുറേ പൂക്കളുണ്ട്. വിജിലൻസ് വെച്ച് നടക്കുന്നുണ്ട്. വലയൊക്കെ ഉള്ളൊരു എന്തോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നല്ല രസമല്ലേ. കുറേ ടൂറിസ്റ്റ് പ്ലേസ് കാണാനില്ല. കുറേ ടൂറിസ്റ്റും ഉണ്ട് ഇവിടെ. ഒരു ക്യാൻഡി ഷോപ്പാണ്. എന്തെങ്കിലും ക്യാൻഡി വാങ്ങി എനിക്ക് വേണ്ടി എടുക്കുന്നതാണ് ക്യാൻഡീസ്. നമ്മുടെ നാട്ടിലിങ്ങനെ പ്രാവുകളൊക്കെ നമ്മളിങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും പറക്കാതിരിക്കുമോ? പക്ഷെ ഇവിടെ ഇരിക്കും കേട്ടോ. നമ്മളടുത്ത് നിന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ വീണ്ടും അവിടെ വീണ്ടും കറങ്ങി നടക്കുകയാണ്. ഇതെന്തോ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് തോന്നുന്നു. കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മൊത്തം ആ ഏരിയ ഫുള്ള് ഇങ്ങനെ കെട്ടിടങ്ങളാണ്. എന്തോ സംതിങ് ആണ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ട് വന്ന് കാണുമല്ലേ. അവിടെ അതൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങേയറ്റത്ത് ഒരു സീ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പോകുന്നതിൻ്റെ പുറകെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആദ്യമായിട്ടായതുകൊണ്ട് എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ചുമ്മാ നടക്കുക. ആദ്യം ഷോപ്പായതേ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ തോന്നി. കാണാൻ കുറേ സാധനങ്ങളുണ്ട് അവിടെ. എനിക്ക് സാധനങ്ങൾക്ക് ഭയങ്കര പ്രൈസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ കണ്ട് നടക്കുകയാണ്. എന്ത് ക്യൂട്ടാന്ന് എനിക്കെൻ്റെ പിള്ളേരെ ഓർമ്മ വരുന്നത്. എനിക്കിപ്പോഴേ പർച്ചേസ് ചെയ്ത് നാട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പോകുന്നില്ലല്ലോ. ഒരു റിയൽ ഫീലിംഗ് തോന്നുന്നില്ലേ? ഒറിജിനലായിട്ടുള്ള കിളികളൊന്നും ഇരിക്കുന്ന പോലെ. എന്ത് രസമാണെന്ന് നോക്കേ. നല്ല ഭംഗിയുണ്ടല്ലേ. സൂപ്പർ. ഇതൊക്കെ കീ ചെയിൻസാണെന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെയുള്ള എല്ലാ ഷോപ്സിലും ഇതുപോലെ കുറേ ഐറ്റംസ് ഇങ്ങനെയുണ്ട്. ഹാൻഡ് മെയ്ഡും പിന്നെ ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ ആയിട്ട്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്നവർക്കെല്ലാം പർച്ചേസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ വേറൊരു ഷോപ്പ് കണ്ടേ. ഇത് മൊത്തം വുഡ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. ആ കടക്കാരൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഭയങ്കര ലൈറ്റും ഭയങ്കര സണ്ണിയായതുകൊണ്ട് കുറേ സൺഗ്ലാസസ് ആയിട്ട് എല്ലായിടത്തും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നടന്നില്ല കേട്ടോ. മടിയായിപ്പോയി.